ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി, വെരി ഗുഡ് ഈവനിങ്. ഇന്ന് സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണ്? പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്താണ്? സർക്കാർ എന്താണ് അറിയിച്ചത് നമ്മളെ? ഇന്ന് സർവകക്ഷി യോഗത്തിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളൊക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമ്മുടെ സേനാദളങ്ങൾക്കും അതുപോലെ സർക്കാരിനും നൽകി. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരപ്രവർത്തനത്തെ തടയാൻ വേണ്ടിയും പ്രതിരോധിക്കാൻ വേണ്ടിയും അവസാനിപ്പിക്കാൻ വേണ്ടിയും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന എല്ലാ നടപടികളെയും പിന്തുണച്ചു. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകളുടെ കള്ളവാർത്തകളുടെ നിജസ്ഥിതി എന്താണെന്ന് അറിയണമെന്നുള്ള ഒരാവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ, ഇതുപോലുള്ള വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ്. മറ്റൊരഭിപ്രായം പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത് രാജ്യത്തിന് നല്ലൊരു സന്ദേശം നൽകണമെന്നുള്ളതാണ്. പൊതുവെ ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളുമാണ് നടന്നത്. അതേസമയം തന്നെ ഗവൺമെന്റ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തുവിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ മാത്രമാണ്. 100 പേർ കൊല്ലപ്പെട്ടു, അതിൽ കൊടും ഭീകരർ അടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ അവകാശവാദം, അതായത് 5 പോർ വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി, അതുപോലുള്ള പാകിസ്ഥാൻ അവകാശവാദങ്ങളെക്കുറിച്ചുള്ള നിലപാടുകളെക്കുറിച്ച് പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. CPM-ന്റെ ഭാഗത്തുനിന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു. അതായത് നിലവിലുള്ള സംഘർഷത്തിന് മൂർച്ച കൂട്ടുന്ന ഒരു നടപടിയും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. യുദ്ധം ഒരിക്കലും ഇരു ജനതയ്ക്കും അഭികാമ്യമായ ഒരു കാര്യമല്ല. നമ്മൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരതയെ പ്രതിരോധിക്കുമ്പോൾ തന്നെ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തണം. ഇന്ത്യ ഒരു പക്വതയാർന്ന ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് യുദ്ധം ഒരിക്കലും ഒരു വഴിയല്ല നമുക്ക്. അടൽ ബിഹാരി വാജ്പേയി നമ്മുടെ രാജ്യത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യുദ്ധം തുടങ്ങുമ്പോൾ അത് നമ്മുടെ കയ്യിലായിരിക്കും, പക്ഷെ യുദ്ധം അവസാനിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിലായിരിക്കണമെന്നില്ല. അതുകൊണ്ട് അവധാനതയോടെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എന്നാൽ ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിന് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ കൊടിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവനും സ്വത്തിനും അപായം സംഭവിച്ചിരിക്കുകയാണ്. 15 നിരപരാധികൾ ഇന്ന് തന്നെ കൊല്ലപ്പെട്ടു. അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. അങ്ങനെ പൊതുവെ വളരെ സർഗാത്മകമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുണ്ടായത്. കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് രാജ്യരക്ഷാമന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, ധനമന്ത്രി, പാർലമെന്ററി കാര്യമന്ത്രി, അങ്ങനെ മുൻനിര മന്ത്രിമാർ പങ്കെടുക്കുകയും പ്രതിപക്ഷ കക്ഷികൾ നൽകിയ ആ പിന്തുണയ്ക്ക് അവർ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ രാജ്യം ഒറ്റക്കെട്ടോടെയാണ് നിലകൊള്ളുന്നതെന്നും അത് ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഒരു മാതൃകയാണെന്നുമുള്ള ഒരു സന്ദേശം തന്നെ നമ്മുടെ രാജ്യരക്ഷാ മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം താങ്കളടക്കമുള്ളവർ ഈ വ്യാജ വാർത്തകൾ വരുന്നു, അതിനോട് സർക്കാർ ഒരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ചില വാർത്തകൾ വന്നിരുന്നു. അതിനോട് എങ്ങനെയായിരുന്നു സർക്കാരിന്റെ പ്രതികരണം? അത് അരുൺ, എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വ്യാജ വാർത്തകൾ എന്ന് പറയുന്നത് പഴയ കാലം പോലെയല്ല. ഈ വ്യാജ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായി പോകുന്നു. അത് മാത്രമല്ല, നമ്മുടെ ജെറ്റ് വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വാർത്ത വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പാശ്ചാത്യ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സർക്കാർ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഔപചാരികമായിട്ട് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് അനുസൃതമായി തുടരുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ നൽകുന്നതിന് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത്. അത് അങ്ങനെ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ച സ്ഥിതിക്ക് ഇത് സംബന്ധിച്ച് വിശദീകരണം തന്നേ തീരൂ എന്നുള്ളൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ല. അത് സർക്കാരിന്റെ ചോയ്സ് ആയിട്ട് തന്നെ വിടുകയാണ് ചെയ്തത്. പക്ഷേ അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്കുണ്ട്. അത് കാരണം വെച്ചാൽ നമ്മുടെ റാഫേൽ ഉൾപ്പെടെയുള്ള വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വാർത്തകളാണ്. അതും വളരെ റെപ്യൂട്ടഡ് ആയിട്ട് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അത് വന്നിട്ടുണ്ട്. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വല്ലാത്ത രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ
ആംഡ് ഫോഴ്സിന്റെ സേനകളുടെ മനോവീര്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലുള്ള പ്രചരണ ഘോഷങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കണം. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിന് മുൻകൈ എടുക്കണം. ഏതാനും ഉദ്യോഗസ്ഥന്മാരെ മാത്രം ചുമതലപ്പെടുത്തിയാൽ പോരാ, ഈ ഒരു ഘട്ടത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെ മുമ്പോട്ട് വന്നുകൊണ്ട് ജനങ്ങൾക്ക് മനസ്ഥൈര്യം നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ സേനകളുടെ മനോവീര്യം സംരക്ഷിക്കുന്ന നടപടികൾ ഉണ്ടാവുകയും ചെയ്യണം. മറ്റൊരു നിർദ്ദേശം അവിടെ ഉയർന്നത്, അതായത് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ, താഴ്വരയിലെ ജനങ്ങൾ പാകിസ്ഥാന്റെ അതിഹീനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ സംയുക്തമായി ഒന്നിച്ച് അണിനിരന്നൊരു കാഴ്ചയുണ്ട്. അത് നമ്മളെയൊക്കെ കോൾമയർ കൊള്ളിച്ച ഒന്നാണ്. അതായത് 22-ാം തീയതിയിലെ ആ ഭീകരപ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ. അതേസമയം ഇന്നും അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അവരെ. അതുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു സമീപനം വേണം. ഉചിതമായ സമയത്ത് കേന്ദ്ര സർക്കാർ ഒരു സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് കാശ്മീർ താഴ്വരയിലേക്ക് പോകണമെന്നുള്ള ഒരു നിർദ്ദേശവും വന്നു. മറ്റൊരു കാര്യം, മൌലാന മസൂദ് അസർ എന്നുള്ള കൊടും ഭീകരൻ, അത് അരുണിന് അറിയാമായിരിക്കും, 1999 കന്ദഹാറിലേക്ക് നമ്മുടെ ഇന്ത്യ എയർലൈൻസ് വിമാനം റാഞ്ചിക്കൊണ്ടുപോയി. അങ്ങനെ 1999 അന്നത്തെ ഗവൺമെന്റ് വിട്ടയച്ച ഒരു കൊടും ഭീകരനാണ്. ആ മൌലാന മസൂദ് അസർ ഇന്നും പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ വഹിക്കുന്ന ആളാണ്. ഈ ഒരു സംഭവത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ 10 ഉറ്റ ബന്ധുക്കൾ കൊല്ലപ്പെട്ടതായും 4 സഹായികൾ കൊല്ലപ്പെട്ടതായുമുള്ള സ്ഥിരീകരണമുണ്ട്. പക്ഷേ ഈ മൌലാന മസൂദ് അസർ എന്നുള്ള വ്യക്തിയെ ആഗോള ഭീകരനായിട്ട് ഐക്യരാഷ്ട്രസഭ പോലും മുദ്രകുത്തിയിട്ടും അദ്ദേഹത്തെ ഇന്ത്യക്ക് ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നടപടികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം ഞാൻ യോഗത്തിൽ പറയുകയുണ്ടായി. പൊതുവെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും അത് അംഗീകരിച്ചു. തങ്ങൾക്കൊന്നും മറക്കാനില്ലെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മൌലാന മസൂദ് അസർ എന്നുള്ള കൊടും ഭീകരനെ ഇന്ത്യക്ക് വിട്ടുകിട്ടേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിൻബലവും പിന്തുണയും കൂടി ആ ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള ഒരു അഭിപ്രായം ഉരുത്തിരിയുണ്ടായി.